വീടിൽ ഏറ്റവും അടുക്കളയുടെ സ്ഥാനം അഗ്നികോണാണ്. അതിൽ അടുപ്പിന്റെ സ്ഥാനവും അഗ്നികോണാണ്. ഓക്കെ, ഇത് മറ്റൊരു ദിക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ബാക്കിലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇവർ നോർത്ത് വെസ്റ്റിൽ കൊണ്ടുപോകും. ഇവിടെ നമുക്ക് അടുക്കള വന്നു. ഇതിനെ ഇവിടെ ഒരു സ്ലാബ് പണിയുക. അതായത് ആ റൂമിന്റെ കിഴക്ക് ഭാഗത്തൊരു സ്ലാബ് പണിയുക. എന്നിട്ട് അതിൻ്റെ അഗ്നികോണ്, അതായത് ഇതിനെ നമ്മൾ കറക്റ്റ് വീണ്ടും എട്ടെടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ സൗത്ത് വരും, ഇവിടെ നോർത്ത് വരും, ഇവിടെ ഈസ്റ്റ് വരും, ഇതിവിടെ വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ റൂമിനെ നമ്മൾ എട്ടായി എടുത്തിട്ട് ആ റൂമിൻ്റെ കിഴക്കിൽ നമ്മൾ അങ്ങേറ്റം ഇങ്ങേറ്റം എത്തിച്ചിട്ട് സ്ലാബ് പണിഞ്ഞിട്ട് ഇതിൻ്റെ അഗ്നികോൺ എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് കോർണറിൽ സ്റ്റൗ വെച്ചിട്ട് അതിൽ കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്റ്റൗ വെച്ചു. അപ്പോൾ എന്തോ സംഭവിച്ചത്, നമുക്ക് വീടിൻ്റെ അഗ്നികോണിലേക്ക് അഗ്നിയെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അടുത്ത വായുകോണിലാണ് അടുക്കള വെച്ചത്. ആ വായുകോണിൻ്റെ അഗ്നികോണിലേക്ക് നമ്മൾ അടുപ്പ് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അടുത്തത് സിങ്ക്. അതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സിങ്കും വയ്ക്കാം. അപ്പോൾ ചിലർ ചോദിക്കും, വെള്ളവും തീയും അടുത്തടുത്ത് വരാമോ എന്ന് ചോദിക്കാം. മിനിമം 2 അടിയെങ്കിലും ഡിസ്റ്റൻസ് വേണം. അങ്ങനെ ഇല്ലാത്ത വീടുകൾ ഉടനെ സ്ലാബ് പൊളിച്ച് മാറ്റേണ്ട, സിങ്ക് പൊളിച്ച് മാറ്റേണ്ട കാര്യമില്ല. ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മണി പ്ലാന്റിൻ്റെയോ ലക്കി ബാമ്പുൻ്റെയോ തണ്ട് ഈ സിങ്കിൻ്റെയും ഈ സ്റ്റൗവിൻ്റെയും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാവും. അതെങ്ങനെ പരിഹാരമാവും? ഒരു ചെടി വെച്ചാൽ ഉടനെ അത് കറക്റ്റ് ആവും എന്നൊരു പക്ഷേ ചിന്തിക്കാം. അതിന് ഫുങ്ഷുവിൽ പറയുന്നൊരു സൈക്ലിംഗ് ഉണ്ട്. അതായത് നോർത്ത് ഈസ്റ്റിലിരിക്കുന്ന വെള്ളമാണ്, ഇത് ഡയറക്റ്റായിട്ട് സൗത്ത് ഈസ്റ്റിലിരിക്കുന്ന അഗ്നിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അഗ്നി കെട്ടുപോകും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പ്ലാന്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഈ ചെടിയെ വളരാൻ സഹായിക്കുമെന്നും ഈ ചെടി ഈ അഗ്നിയെ കത്താൻ സഹായിക്കുമെന്നും ഫെങ്ഷുവിലൊരു സൈക്കിളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചെടി ഇവിടെ വെച്ച് ഇതിനെ കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഇതുപോലെ സിങ്ക് വെക്കാം, ഇതുപോലെ സ്റ്റൗ വെച്ചിട്ട് ഈ അടുക്കളയെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. വന്നുകൂടാത്ത സ്ഥലം, ഇവിടെ ഒരു കാരണവശാലും കന്നിമൂല ഭാഗത്തേക്ക് അടുക്കള പോകുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈശാന കോണിലും അടുക്കള നല്ലതല്ല. നിങ്ങൾ ഇപ്പോൾ ഈശാന കോണിൽ അടുക്കള വെച്ചു, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പണിയെല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് കയറി താമസമായിട്ട് 1.5 മാസമായതേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഈശാന കോണിൻ്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ 8ആയിട്ട് തിരിച്ചുകൊണ്ട് ഈ ഭാഗത്ത് സ്റ്റൗ വയ്ക്കുക. ഈ ഭാഗത്ത് സ്റ്റൗ വെച്ചുകൊണ്ട് ഇതിലോട്ട് കിഴക്കോട്ട് നോക്കി ഒന്ന് പാചകം ചെയ്യുക. ഇവിടെ സിങ്കും കൊടുക്കുക. ഒരു കാരണവശാലും കന്നിമൂലയിൽ അടുക്കള പാടില്ല. ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് തന്നെ ഇതേ സിസ്റ്റം, ഇവിടെ എഴുതിയാക്കുന്ന അതേ കാര്യങ്ങൾ ഇങ്ങോട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇതിൻ്റെ ഒരു ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഒരു മൊത്ത വീടിൽ അടുക്കള എവിടെ വരാം, അതല്ലെങ്കിൽ അടുക്കള ദിക്ക് മാറിയാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ അടുക്കളയിൽ സ്റ്റൗ എവിടെ വരാം, സിങ്ക് എവിടെ വരാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങളുടെ വീട്ടിൽ ഇതിന് വിപരീതമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടന്റിനെ വിളിച്ച് കാണിച്ചിട്ട് അത് ഏതൊക്കെ ദിക്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് ദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറുകയും ജീവിതത്തിൽ വിജയവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും സന്തോഷവും എല്ലാം വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമും പ്രധാന വാതിലും ഒക്കെ വളരെ വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് കിച്ചൻ്റെ സ്ഥാനം. ആ വീട്ടിൽ അഗ്നി എവിടെയാണോ അതിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഓരോ ദിക്കിനും ഓരോ ഇതുണ്ടല്ലോ, അഗ്നികോണെന്നും ഈശാന കോണെന്നും കന്നിമൂലയെന്നും വായുകോണെന്നും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതാത് ദിക്കിലിരിക്കേണ്ട വ്യക്തികളെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും നമ്മളോടൊരു ദേഷ്യം തോന്നുമെന്ന് പറയുന്നത് പോലെ എല്ലാം ഇരിക്കേണ്ടതായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിച്ചൺ എവിടെ വരാം? അഗ്നികോണിൽ വരാം. ആ പേരിൽ തന്നെ അഗ്നിയുണ്ട്, അവിടെ കിച്ചൺ വരുന്നതും അതിൻ്റെ ആ അഗ്നികോൺ എന്ന് പറയുന്ന മൂലയിൽ തന്നെ അടുപ്പ് വരുന്നതും അവിടെ തന്നെ അടുപ്പോ സ്റ്റൗവോ വെക്കുന്നതും കിഴക്കോട്ട് നോക്കി പാചകം ചെയ്യുന്നതും വളരെ വളരെ ഉത്തമമായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. അത് എൻ്റെ അനുഭവങ്ങളിലും വളരെയധികം ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഒരു വീട്ടിൽ അടുക്കള എവിടെ വരാം,
അല്ലെങ്കിൽ ആ അടുക്കള വരേണ്ട സ്ഥാനത്ത് നമ്മൾ അടുക്കള വെച്ചില്ല, അങ്ങനെയാണെങ്കിൽ വേറൊരു ദിക്കിലാണ് അടുക്കള വന്നിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ അടുക്കളയിൽ എവിടെ അടുപ്പ് വരാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ ഇതിന് വിപരീതമായിട്ടാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഓരോ പ്രോഗ്രാം ചെയ്യുന്നതും നമുക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഒരുപാട് പേര് ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. അവരെന്നെ മെസ്സേജ് അയച്ചും ഫോണിൽ കൂടിയും വിളിച്ചുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നേടുന്നുണ്ട്. അപ്പം ആ ഒരു പ്രശ്നങ്ങളെ അതിജീവിച്ച് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. വാസ്തു വിരുദ്ധമായി നിങ്ങളുടെ വീട്ടിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് അതിനായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. നമ്മുടെ വാസ്തുശാസ്ത്ര പ്രകാരം നമുക്ക് തെറ്റായിട്ടാണ് നമ്മൾ ഭവനം നിർമ്മിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഫെങ്ഷി എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം ഉപയോഗിച്ച് അതിന് വേണ്ടുന്ന ചെറിയ പരിഹാരങ്ങളും ടൂളുകളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും, അതായത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നമോ സാമ്പത്തികമോ തൊഴിലില്ലായ്മയോ അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ദുഃഖമോ അങ്ങനെ എന്ത് തന്നെ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കോ അങ്ങനെ എന്ത് തന്നെ ആയാലും അതിനെയൊക്കെ മറികടന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് ഫെങ്ഷി എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നമ്മളെ സഹായിക്കുന്നതിനുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അതിലേറെയും പ്രാധാന്യമുണ്ട് നമ്മുടെ ശാസ്ത്രത്തിനും. അപ്പം നമ്മൾ പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ ശാസ്ത്രം ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഫെങ്ഷുയിലെ ഫ്ലൈയിങ് സ്റ്റാറും കൂടെ മനസ്സിലാക്കി ആ ഡോർ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നേട്ടങ്ങളുണ്ടാവും. ഫെങ്ഷുയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട 2 കാര്യങ്ങൾ: നമ്മുടെ പ്രധാന വാതിലും നമ്മുടെ ബെഡ്റൂമും എവിടെ വന്നിരിക്കുന്നു, ആ ദിക്കിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ സ്റ്റൗ അല്ലെങ്കിൽ അടുപ്പ് ഏതൊക്കെ ഭാഗങ്ങളിൽ വരാം, എവിടെ വന്നുകൂടാ എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് ഞാനൊരു സ്ക്വയറായിട്ട് ഒരു കെട്ടിടത്തിൻ്റെ സ്ക്വയറാക്കി എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ എടുത്തിരിക്കുമ്പോൾ ഇതിൽ അടുപ്പ് വെക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം, അതായത് ഈ മൊത്ത വീടാണത്. മൊത്ത വീടിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്, മൊത്ത വീടിനെ ഞാൻ കറക്റ്റ് 4ആയിട്ട് തിരിച്ചെന്ന് വെച്ചു. വീടിൽ ഏറ്റവും അടുക്കളയുടെ സ്ഥാനം അഗ്നികോണാണ്, അതിൽ അടുപ്പിൻ്റെ സ്ഥാനവും അഗ്നികോണാണ്. ഓക്കെ, ഇത് ഒരുപക്ഷെ തെക്കോട്ട് ദർശനമുള്ള വീടായിരിക്കാം. തെക്കോട്ട് ദർശനമുള്ള വീടാകുമ്പോൾ അല്ലെങ്കിൽ കിഴക്കോട്ട് ദർശനമുള്ള വീടാകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ അടുക്കള വേണ്ട എന്ന് കരുതിയിട്ട് ചിലർ അടുക്കള ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഫ്രണ്ടിൽ തന്നെ അടുക്കള വയ്ക്കുന്നതുകൊണ്ടൊന്നും ഒരു ദോഷവും ഇല്ല. ചിലർ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇത് മറ്റൊരു ദിക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ബാക്കിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ നോർത്ത് വെസ്റ്റിൽ കൊണ്ടുപോകും. ഈ നോർത്ത് വെസ്റ്റിൽ കൊണ്ട് അടുക്കള വയ്ക്കുമ്പോൾ നമ്മുടെ അടുക്കളയുടെ 2ാമത്തെ സ്ഥാനം നോർത്ത് വെസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് അടുക്കള വന്നു. ഇതൊരു റൂം എന്നുള്ള കണക്കിലല്ല, ഞാൻ കറക്റ്റ് 4ആയിട്ട് തിരിച്ചിട്ട് പറഞ്ഞു തരികയാണ്. ഇത് ഇത്രയും റൂമാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ റൂമാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ ഇവിടെ ഒരു സ്ലാബ് പണിയുക. അതായത് ആ റൂമിൻ്റെ കിഴക്ക് ഭാഗത്തൊരു സ്ലാബ് പണിയുക. എന്നിട്ട് അതിൻ്റെ അഗ്നികോണ്, അതായത് ഇതിനെ നമ്മൾ കറക്റ്റ് വീണ്ടും ഈ നേരത്തെ ഞാൻ ഒരു പ്രോഗ്രാമിൽ സൂചിപ്പിച്ചതുപോലെ ഇതിനെ 8ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇവിടെ സൗത്ത് വരും, ഇവിടെ നോർത്ത് വരും, ഇവിടെ ഈസ്റ്റ് വരും, ഇതിവിടെ വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ റൂമിനെ നമ്മൾ 8ആയി എടുത്തിട്ട് ആ റൂമിൻ്റെ കിഴക്കിൽ നമ്മൾ അങ്ങേറ്റം എത്തിച്ചിട്ട് സ്ലാബ് പണിഞ്ഞിട്ട് ഇതിൻ്റെ അഗ്നികോൺ എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് കോർണറിൽ സ്റ്റൗ വെച്ചിട്ട് അതിൽ കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്റ്റൗ വെച്ചു. അപ്പോൾ എന്തോ സംഭവിച്ചത്, നമുക്ക് വീടിൻ്റെ അഗ്നികോണിലേക്ക് അഗ്നിയെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അടുത്ത വായുകോണിലാണ് അടുക്കള വെച്ചത്, ആ വായുകോണിൻ്റെ അഗ്നികോണിലേക്ക് നമ്മൾ അടുപ്പ് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അടുത്തത് സിങ്ക്. അതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സിങ്കും വയ്ക്കാം. അപ്പോൾ ചിലർ ചോദിക്കും, വെള്ളവും തീയും അടുത്തടുത്ത് വരാമോ എന്ന് ചോദിക്കാം. മിനിമം 2 അടിയെങ്കിലും ഡിസ്റ്റൻസ് വേണം. അങ്ങനെ ഇല്ലാത്ത വീടുകൾ ഉടനെ സ്ലാബ് സിങ്ക് പൊളിച്ച് മാറ്റേണ്ട കാര്യമില്ല. ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മണി പ്ലാന്റിൻ്റെയോ ലക്കി ബാമ്പുൻ്റെയോ തണ്ട് ഈ സിങ്കിൻ്റെയും ഈ സ്റ്റൗവിൻ്റെയും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാവും. അതെങ്ങനെ പരിഹാരമാവും? ഒരു ചെടി വെച്ചാൽ ഉടനെ അത് കറക്റ്റ് ആവുമോ എന്നൊരു പക്ഷേ ചിന്തിക്കാം. അതിന് ഫെങ്ഷുയിൽ പറയുന്നൊരു സൈക്ലിംഗ് ഉണ്ട്. അതായത് നോർത്ത് ഈസ്റ്റിലിരിക്കുന്ന വെള്ളമാണ്, ഇത് ഡയറക്റ്റായിട്ട് സൗത്ത് ഈസ്റ്റിലിരിക്കുന്ന അഗ്നിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അഗ്നി കെട്ടുപോകും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പ്ലാന്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഈ ചെടിയെ വളരാൻ സഹായിക്കുമെന്നും ഈ ചെടി ഈ അഗ്നിയെ കത്താൻ സഹായിക്കുമെന്നും ഫെങ്ഷുയിലൊരു സൈക്കിളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചെടി ഇവിടെ വെച്ച് ഇതിനെ കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഇതുപോലെ സിങ്ക് വെക്കാം, ഇതുപോലെ സ്റ്റൗ വെക്കാം. സ്റ്റൗ വെച്ചിട്ട് ഈ അടുക്കളയെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. അടുപ്പ് വന്നുകൂടാത്ത സ്ഥലം,
ഇവിടെ ഒരു കാരണവശാലും കന്നിമൂല ഭാഗത്തേക്ക് അടുക്കള പോകുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈശാന കോണിലും അടുക്കള നല്ലതല്ല. നിങ്ങൾ ഇപ്പോൾ ഈശാന കോണിൽ അടുക്കള വെച്ചു, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പണിയെല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് കയറി താമസമായിട്ട് 1.5 മാസമായതേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഈശാന കോണിൻ്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ 8ആയിട്ട് തിരിച്ചുകൊണ്ട് ഈ ഭാഗത്ത് സ്റ്റൗ വയ്ക്കുക. ഈ ഭാഗത്ത് സ്റ്റൗ വെച്ചുകൊണ്ട് ഇതിലോട്ട് കിഴക്കോട്ട് നോക്കി ഒന്ന് പാചകം ചെയ്യുക. ഇവിടെ സിങ്കും കൊടുക്കുക. ഒരു കാരണവശാലും കന്നിമൂലയിൽ അടുക്കള പാടില്ല. ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് തന്നെ ഇതേ സിസ്റ്റം ഇവിടെ എഴുതിയാക്കുന്ന അതേ കാര്യങ്ങൾ ഇങ്ങോട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇതിൻ്റെ ഒരു ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഒരു മൊത്ത വീടിൽ അടുക്കള എവിടെ വരാം, അതല്ലെങ്കിൽ അടുക്കള ദിക്കുമാറിയാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ അടുക്കളയിൽ സ്റ്റൗ എവിടെ വരാം, സിങ്ക് എവിടെ വരാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങളുടെ വീട്ടിൽ ഇതിന് വിപരീതമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ വിളിച്ച് കാണിച്ചിട്ട് അത് ഏതൊക്കെ ദിക്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് ദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറുകയും ജീവിതത്തിൽ വിജയവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും സന്തോഷവും എല്ലാം വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.